രാവിലെ അമ്മമ്മ എഴുന്നേച്ചു. അത് കഴിഞ്ഞ് ഞാനും കുഞ്ഞാനും എഴുന്നേച്ചു. അത് കഴിഞ്ഞ് മുത്തുചാച്ചനും അച്ചാച്ചി എഴുന്നേച്ചു. അത് കഴിഞ്ഞ് മാമ എഴുന്നേച്ചു. അത് കഴിഞ്ഞ് മോൻ എഴുന്നേച്ചു. ഞാൻ രാവിലെ തന്നെ ഒരു പണി ഒപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. എന്തുവാന്നറിയാമോ? ആ ജഗ്ഗും വെള്ളം അവിടെ മുത്തുണ്ടാകും. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ. ശനിയാഴ്ച വൈകിട്ട് നമ്മൾ മാമിയുടെ അവിടെയാണ് കിടന്നത്. രാവിലെ പള്ളിയിൽ പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ നടന്നില്ല കേട്ടോ. വൈകിയാണ് ഉറങ്ങിയത്, വൈകിയാണ് എണീറ്റത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെയാണ്. വൈകിട്ടത്തേക്ക് തിരിച്ചു പോകണമെന്നൊക്കെ കണ്ടിരിക്കുകയാണ്. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ നമുക്ക് മുറ്റത്തെ കുറച്ച് ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടാലോ. നാടൻ റോസാപ്പൂ, അത് കാണാനും അതിൻ്റെ മണവുമൊക്കെ എനിക്കെന്നും ഒരുപാട് പ്രിയപ്പെട്ടതാണ് കേട്ടോ. ഒരുപാട് ഭംഗിയുള്ള പുതിയ റോസാപ്പൂക്കളൊക്കെ ഇപ്പോൾ ഉണ്ടെങ്കിലും നമുക്ക് ഇതിനോളം കാഴ്ചയിൽ ഭംഗിയുള്ളത് വേറൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിറയെ പൂക്കളുണ്ടായി നിപ്പുണ്ട്. മാമിയുടെ ചെടികളാണിതൊക്കെ. എത്ര ഉണക്കിലും മാമി വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കലതിപ്പൂക്കളൊക്കെ മഴക്കാലം ആയതുകൊണ്ട് അധികം ഇല്ല കേട്ടോ, കുറച്ചൊക്കെ ഉള്ളൂ. പിന്നെ രാവിലെ തന്നെ മാമന് സൂചേച്ചിയുടെ അടുത്തോട്ട് പോയിട്ടുണ്ട്. അതിരാവിലെ പോയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച തോട്ടപ്പള്ളിയിൽ ചാകര വന്നപ്പം വാങ്ങിക്കൂട്ടിയ മീനൊക്കെ വിളിച്ച് വീഡിയോ കോൾ ചെയ്ത് നമ്മളെ കൊതിപ്പിച്ചായിരുന്നു. അപ്പം ഇന്ന് മാമൻ അങ്ങോട്ട് പോയി കുറച്ച് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷെ കൊണ്ടുവന്നത് ഞണ്ടാണ് കേട്ടോ. ഞണ്ടും പിന്നെ കുറേ കുഞ്ഞ് മിക്സർ മീനുകളില്ലേ, അതും കൂടി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. മാമൻ എപ്പോഴാണ് പോയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അതിരാവിലെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം ഉമ്മ വെക്കാതെ വെച്ച് എന്റെ കണ്ണ് കണ്ടോ, കണ്ണി കൊത്ത കണ്ടോ ചേച്ചി. ഇതോ വളർത്താനും അപ്പോൾ ഇത് അത്രയും വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ മാത്രം മെനക്കെട്ടാൽ പോരാ, എല്ലാവരും കൂടി ഇരുന്നേ പറ്റുള്ളൂ. പക്ഷേ ഞണ്ട് വൃത്തിയാക്കി എടുക്കാൻ നമുക്ക് അത്ര പരിചയം പോരാട്ടോ. പക്ഷേ ഇതൊക്കെ ചെയ്ത് നല്ല ശീലമുള്ളവരെയൊക്കെ നമുക്കറിയാമല്ലോ. നമ്മളപ്പോൾ നേരെ ഫോൺ എടുത്തു വീഡിയോ കോൾ ചെയ്തു സൂചേച്ചിയുടെ നമ്പറിലോട്ട്. അപ്പോൾ അവരും ഞണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെയും വൃത്തിയാക്കൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അത് നമുക്ക് നേരിട്ട് വീഡിയോയിലൂടെ കാണിച്ചു തന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ എല്ലാവരും കൂടി അത് വൃത്തിയാക്കാൻ അങ്ങോട്ട് ഇരുന്നിട്ടുണ്ട്. ശരി, ഓക്കെ, മനസ്സിലായി. സമയം എടുക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പങ്ക് മാമന് അയൽവക്കത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണേ. അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ പാലപ്പവും മുട്ടക്കറിയായിരുന്നു കേട്ടോ. കുക്കും അവിടെ പാലപ്പമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചെന്നാൽ കഴിച്ചിട്ട് ഞാനും കൂടി ഒന്ന് സഹായത്തിന് ഇരിക്കാം എന്നൊക്കെ വിചാരിച്ചേട്ടോ. അപ്പോൾ 2 പാലപ്പവും ഇച്ചിരി കറിയും ഒക്കെ എടുത്ത് ചായയൊക്കെ ഇട്ട് ഞാൻ കഴിച്ചു. മുത്തും മോനുകുട്ടനും അവരൊക്കെ കഴിച്ചു കേട്ടോ. ആഹാരമൊക്കെ കഴിച്ച് നമ്മുടെ എനർജി ബൂസ്റ്റർ മരുന്നുമൊക്കെ കഴിച്ചിട്ടിരുന്നാൽ അത്രയും സമാധാനം ഉണ്ടല്ലോ. അപ്പോൾ ഇത് മാമി മുറ്റത്ത് നട്ടിരുന്ന ഒരു മുളകാട്ടോ. നിറയെ മുളകുണ്ടായിരുന്നില്ല, നീളമുള്ള മുളക്. ഭയങ്കര എരിയാണെന്നൊക്കെ കണ്ടപ്പോൾ തോന്നി, പക്ഷേ എരി ഒട്ടും ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ വൈകിട്ട് ചമ്മന്തി അരയ്ക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വൃത്തിയാക്കലൊക്കെ ഏകദേശം തീരാറായി. മാമി മീൻ കൊണ്ടുവന്നത്, മിക്സർ കൊണ്ടുവന്നെന്ന് പറഞ്ഞിരുന്നില്ലേ, അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ കഴിച്ചിട്ട് ചെന്ന് മീൻ അങ്ങ് വെട്ടിക്കൊടുക്കാനിരുന്നു. ഞണ്ട് വൃത്തിയാക്കാൻ എൻ്റെ കൈ വയ്യാത്തതുകൊണ്ട് ഞാൻ അതിന് മെനക്കെട്ടില്ല. സ്മൈൽ പ്ലീസ്.
ഈ കുഞ്ഞൊക്കെ വരുന്നോടി. തൊട്ടിലെ അടിച്ചിട്ടാലോ? തൊട്ടിലെ കണ്ടോട്ടെ മാമി. മാമി തൊട്ടിലെ കണ്ടോട്ടെ. ഉറങ്ങുന്നോ നോക്കട്ടെ. ഉറങ്ങുവാ, നമുക്ക് എടുത്താൽ കൊണ്ട് കിടത്താം. വെട്ടിയോ? ഇതോ? ഇത് കറിയോ? ആ, ഇത് വറക്കാനേ കൊള്ളത്തോ. മുള്ളുള്ള കടിച്ചങ്ങ് കൂട്ടണം. പല്ലുള്ള ഇതാ ഈ ഉണക്കമീൻ ഉണക്കമീൻ വാങ്ങിക്കുന്നേ വറക്കാൻ. ഓ ഇല്ല, എല്ലാം ദുഷ്ടേ. പിന്നെ അത് കറി കൊള്ളത്തില്ല. ഇപ്പഴതെല്ലാം കറിയെല്ലാം കൂട്ടി കഴിയുമ്പോ സത്യം വിളിച്ചത് വന്നാണ്. കറി എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു സൂചന തരായിരുന്നു. ഇന്നലെ മുത്തേ അത്രയും വില കുറച്ച് കിട്ടിയപ്പോ നമ്മൾ ഞണ്ടിന്റെ മണ്ടൊക്കെ വീണില്ലേ. അയ്യോ, എന്റെ കുഞ്ഞോന് കൊടുക്കട്ടെ, കുഞ്ഞോന് കൊടുക്കട്ടെ. ഹായ്, സൂപ്പർ സൂപ്പർ. മാമി ഞാൻ കാണിച്ചോ? ഇങ്ങനെ അരിപ്പായസം. മോനും എന്തിയേ? സേമിയ പായസം, മീൻ കറി, ആങ്ങളെ മുത്തും കൂടി പത്തനംതിട്ട വരെ പോവാണ്. മാമി പാചകത്തിന് കയറിയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ ഞണ്ട് റോസ്റ്റാണ് കേട്ടോ. നമ്മളങ്ങനെ പാചകം ചെയ്യാത്ത ഒരു വിഭവമായതുകൊണ്ട് തന്നെ മാമി യൂട്യൂബൊക്കെ നോക്കി ഒരുവിധം റെഡിയാക്കി എടുത്ത് കേട്ടോ. മാമി തേങ്ങ അരച്ചൊക്കെ കറി വെച്ചിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ മുളക് പൊടി ഇട്ട് കറി വെക്കുന്നത് ആദ്യമായിട്ടാണ്. സുചേച്ചി പറഞ്ഞു ചിക്കൻ കറി വെക്കുന്ന പോലെ അങ്ങ് വെച്ചെടുത്താൽ മതി, അവരങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ രീതിയിൽ വെക്കുക കേട്ടോ. ഓരോ ഓമയ്ക്ക അടത്താൻ എത്ര പേരാ പോന്നേ നോക്കി. ഇവിടെ കണ്ടോ കണ്ടത്തിലെ വെള്ളം. മോന് ഒരെണ്ണം മതിയായിരിക്കും. അത് വിളഞ്ഞ് വലിയ തോന്നിയുണ്ടോ? ഒന്നുകൂടെ അടത്താല്ലേ? കാശിയെ കണ്ടിട്ട് എല്ലാരും മോനുകുട്ടനാണോ എന്ന് വിചാരിക്കും. മോന് ഇവിടെ നിപ്പുണ്ട് കേട്ടോ. മോനുവിന്റെ ഡ്യൂപ്പാണ് കാശി. ഡ്യൂപ്പാണ് മോനു. കാശിയും മോനുകുട്ടനും കൂടെ നിൽക്കുന്ന ചേട്ടനും അനിയനുമാന്നല്ലേ പറയത്തുള്ളൂ. കണ്ടോ
അടച്ചേരക്കളെ. താഴെ നോക്കിപ്പോ. ഓരോമയ്ക്ക് അടർത്താനാണ് ഞങ്ങൾ കുടുംബസമേതം അങ്ങോട്ട് പോയത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു ഇത്രയും പേര് പോയാൽ മതിയായിരുന്നോന്നേ. അപ്പോൾ ചുമ്മാ ഒരു രസം, ഞങ്ങൾ പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും ഞങ്ങളുടെ കൂടെ വന്നതാട്ടോ. കുഞ്ഞോനുൾപ്പെടെ ഇങ്ങി പോരുന്നു. ഉച്ചക്കലത്തേക്ക് തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറികളൊന്നും കിടപ്പില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മളൊരു ഓമയ്ക്ക എടുക്കാൻ ഇങ്ങോട്ട് പോരുന്നത്. ജാനിക്കുട്ടി ഇതേ കളിപ്പാട്ടമെല്ലാം പെറുക്കിയെല്ലാം ഒതുക്കി വെക്കുവാണ്. മാമി ഞണ്ട് റോസ്റ്റിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് കടന്നിട്ടുണ്ട്. അവർ പോയിട്ട് വന്നപ്പം കൊണ്ടുവന്ന കേട്ടോ റോസ്റ്റഡ് കപ്പലണ്ടി. ഞങ്ങളതൊക്കെ കുറിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. നമ്മുടെ ശങ്കരിയും ഗൗരിയും കൂടെ കഴിക്കാൻ പോവാണ്. അത് മതിയടാ, ഇനി അപ്പുറത്തും ഇപ്പുറത്തൊക്കെ പോവാം. അപ്പം 2:30 ആയി. നമ്മൾ ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയായി. ചോറ്, ഓമയ്ക്കത്തോരൻ, മോര് കറി, ഞണ്ട് റോസ്റ്റ്, പിന്നെ കഴിഞ്ഞ ദിവസം മാമി കിളിമീൻ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അത് വറക്കാൻ വേണ്ടിയിട്ട് മസാല പുരട്ടി വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. അതെടുത്ത് വറുത്തു. അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് വാഴയിലക്കകത്ത് വിളമ്പിയത് കേട്ടോ. മാമി അതിനാണ് വാഴയില മുറിച്ച് തന്നത്. ഇങ്ങനെയുള്ള നട്ടപ്രാന്തികൾക്കൊക്കെ കൂടെ നിൽക്കാൻ മാമിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. വേറെ ആരും ആയിരുന്നെങ്കിൽ എന്നെ ചീത്ത വിളിച്ച് ഓടിച്ചേനെ. സ്റ്റീൽ പാത്രത്തിലോട്ട് നാല് സൈഡിൽ നിന്ന് എടുത്താൽ കഴിപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അയൽക്കൂട്ടം ഉണ്ടായിരുന്നു. അതിവിടെ വെച്ചായിരുന്നേ. എല്ലാവരും വന്നു. പിന്നെ ചിട്ടി ഉണ്ടായിരുന്നു. ചിട്ടിക്ക് നറുക്കിടുന്ന പരിപാടിയാണ് ഇപ്പം നടക്കുന്നത് കേട്ടോ. എല്ലാ തവണയും ശങ്കരനാണ് നറുക്കെടുക്കുന്നത്. ഇന്ന് മോനിക്കുട്ടൻ അതിനുള്ള അവസരം കൊടുത്തിട്ടുണ്ട്. മോനിക്കുട്ടൻ അതിന് റെഡി ആയിട്ട് നിൽക്കുക. നറുക്കിട്ടു. ഇന്ദുവിൻ്റെ അമ്മയ്ക്കാണ് നറുക്ക് വീണത്, ചിട്ടി അടിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ദു ഒരുപാട് വിഷമിച്ചു. കാരണം ഇന്ദുവിൻ്റെ അമ്മയിന്ന് ജീവിച്ചിരിപ്പില്ല. കുറച്ച് മാസങ്ങളെ ആയിട്ടുള്ളൂ അമ്മ മരിച്ചിട്ട്. അവളുടെ സങ്കടം കണ്ടപ്പം എനിക്ക് കൂടി അങ്ങ് കരച്ചിൽ വന്നു. അയൽക്കൂട്ടമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. അപ്പോൾ വൈകിട്ടത്തേക്ക് ആങ്ങള ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. എറണാകുളത്താണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അങ്ങോട്ട് പോവാണ്. മാമനൊക്കെയാണ് കൊണ്ടുവിടുന്നത്. മാമനും മുത്തും കൂടിയാണ് പോകുന്നത്. അവർ പോയി വരുമ്പോഴത്തേക്ക് രാത്രി ഒരുപാട് വൈകുമെന്നറിയാം. അതുകൊണ്ട് ഞങ്ങളെന്നാൽ ഞാനും മോനുക്കുട്ടനോട് സന്ധ്യയ്ക്ക് അങ്ങ് പോകാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നടന്നില്ല കേട്ടോ. ഫോണെടുത്തോ രണ്ടുപേരും? അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ തുടങ്ങി കേട്ടോ. പിന്നെ കാപ്പിയൊക്കെ ഇട്ടു. കുഞ്ഞോന് വാങ്ങിച്ചു വെച്ചിരുന്ന ഒരു ബിസ്ക്കറ്റൊക്കെ ഞാൻ അടിച്ചു മാറ്റി. പകൽ മുഴുവൻ ഒരുത്തി ചാടി മറിഞ്ഞ് നടക്കുമായിരുന്നു. കുക്കു വഴക്ക് പറഞ്ഞു. ബുക്കൊക്കെ എടുത്തു വെച്ച് ഹോംവർക്ക് എഴുതിക്കൊണ്ടിരിക്കുവാണ്. മോനുക്കുട്ടൻ കുഞ്ഞോനെയും കളിപ്പിച്ചുകൊണ്ട് അവിടെയൊക്കെ നടക്കുന്നുണ്ട്. സന്ധ്യ ആയപ്പോഴത്തേക്ക് മാമി ഗൗരിക്കും ശങ്കരിക്കും ഒക്കെ പുക കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ ഒരു കട്ടിൽ നിറയെ തുണികൾ മടക്കാൻ വാരിയിട്ടിട്ടുണ്ട്. അതും പോരാഞ്ഞ് ജാനിക്കുട്ടിയുടെ ഉടുപ്പെല്ലാം ചുരുട്ടി കൂട്ടി അലമാരിയിൽ കയറ്റി വെച്ചതിന് കുക്കു ചാടിച്ച് അതിനവളത് മടക്കാനെല്ലാം വാരിയിട്ടിട്ടുണ്ട് കേട്ടോ. പാവം അത് മടക്കുന്ന കണ്ടുകൊണ്ട് എനിക്ക് സങ്കടം വന്നേ. ഞാനും കൂടി ചെന്ന് പിന്നെ എല്ലാം മടക്കി ഒതുക്കി വെച്ചു. എട്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആങ്ങളൊക്കെ അങ്ങ് ചെന്ന് കേട്ടോ. അവൻ്റെ റൂമിലെത്തി. അത്താഴം കഴിക്കാൻ ഞാൻ ഞണ്ടെടുത്തില്ല കേട്ടോ. കാരണം ഉച്ചയ്ക്ക് ഞാൻ വയറ് നിറയെ കഴിച്ചു. രാത്രിയിലത്തേക്ക് ഒരു കുഞ്ഞു മുളക് ചമ്മന്തി അരച്ചു, മോര് കറിയും ഓമയ്ക്കത്തോരനും കൂട്ടിയാണ് ഞാൻ കഴിച്ചത്. 9:30 ആയപ്പോഴത്തേക്ക് ഞാനൊന്ന് കിടന്നു. മോനുകുട്ടനും എൻ്റെ കൂടെ വന്ന് കിടന്നു. ഉറങ്ങാൻ തുടങ്ങിയത് കൊണ്ട് അവൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, നാളെ വരുന്നുള്ളതൊക്കെ പറഞ്ഞു. 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് മുത്തും മാമനും വന്നു. ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോവാണ്. ഇന്നത്തെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.